ഹലോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചാനൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ കൂടുതലും നിഷ്പക്ഷമായി നിൽക്കുവാൻ മാത്രമാണ് ഇവിടെ ശ്രമിക്കുന്നത്. എന്നാൽ ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ക്രിട്ടിസൈസ് ചെയ്യുകയും വ്യക്തമായ അഭിപ്രായങ്ങൾ പറയാൻ ശ്രമിക്കുമെന്നും പറഞ്ഞുകൊള്ളട്ടെ. ആരുടെയും ഫാനായി മുൻപോട്ട് പോകുവാൻ ഈ പ്ലാറ്റ്ഫോം നമ്മൾ ഉപയോഗിക്കുന്നില്ല. നിഷ്പക്ഷമായും സത്യസന്ധമായും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നു. മാൻ സിറ്റി റിയൽ മാഡ്രിഡ് മത്സരത്തെപ്പറ്റി പറയുകയാണെങ്കിൽ എന്താണ് എത്തിഹാദിൽ കണ്ടത്? എത്തിഹാദിലെത്തി സിറ്റിയെ വധിച്ചിരിക്കുകയാണ് സ്പാനിഷ് വമ്പന്മാരായ റിയൽ മാഡ്രിഡ്. പെപ്പും പിള്ളേരും സങ്കടത്തിലായിരുന്നപ്പോൾ ആൻസലോട്ടി മാഡ്രിഡിലെത്തുന്നത് വിജയത്തിന്റെ മാധുര്യം അറിഞ്ഞുകൊണ്ടാണ്. സിറ്റി റിയൽ മാഡ്രിഡ് തമ്മിലുള്ള മത്സരത്തിൽ ആധിപത്യം റിയൽ മാഡ്രിഡിനായിരുന്നു. മത്സരം തുടക്കത്തിൽ റിയൽ മാഡ്രിഡാണ് കൂടുതൽ ആക്രമിച്ചു കളിച്ചത്. സിറ്റിയുടെ ആദ്യ ഗോൾ വന്നത് ഗ്രീലിഷിൽ നിന്നായിരുന്നു. ഗ്രീലിഷ് ഇട്ട ബോൾ കിട്ടുന്നത് ഗ്വാഡിയോളിനായിരുന്നു. ഗാഡിയോൾ ചെസ്റ്റിൽ ആ ബോൾ ട്രാപ്പ് ചെയ്ത് തന്റെ അടുത്തൂടി ഓടുന്ന ഹാലണ്ടിലേക്ക് അത് എത്തിക്കുന്നു. ഹാലണ്ടിന്റെ ക്ലിനിക്കൽ ഫിനിഷിലൂടെ സിറ്റി ആദ്യ ഗോൾ സ്വന്തമാക്കുന്നു. എന്നാൽ പിന്നീട് റിയൽ മാഡ്രിഡ് പലതവണ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും ഗോളുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ 60-ാം മിനിറ്റിൽ കിലിയൻ എംബാപ്പയിലൂടെ റിയൽ മാഡ്രിഡ് സമനില ഗോൾ നേടി. ഗ്യാലറിയിലുണ്ടായിരുന്ന റിയൽ മാഡ്രിഡിന്റെ എവേ ഫാൻസ് ആഹ്ലാദത്തിലായിരുന്നു. മത്സരത്തിന്റെ തുടക്കത്തിലെ ഗ്യാലറിയിലുണ്ടായിരുന്ന വിനി ജൂനിയറിനെ പരാമർശിച്ചുകൊണ്ടുള്ള ബാനറിന് പ്രതികാരമെന്നോണമായിരുന്നു ആ ഗോൾ. പിന്നീട് 80-ാം മിനിറ്റിൽ ഫിൽ ഫോഡനെ ഡാനി കബല്ലോസ് ബോക്സിൽ ഫൗൾ ചെയ്തതിന് സിറ്റിക്ക് പെനാൽറ്റി കിട്ടുന്നു. പെനാൽറ്റി ഹാലണ്ട് സിമ്പിളായി വലയിലെത്തിച്ചതോടെ സിറ്റിക്ക് ലീഡ് ഉയരുന്നു. എന്നാൽ അത് അധികനേരം നീണ്ടുനിന്നില്ല. പിന്നീട് സിറ്റിയുടെ മെന്റാലിറ്റി തന്നെ മാറിപ്പോയിരുന്നു. തലങ്ങും വിലങ്ങും റിയൽ മാഡ്രിഡിന്റെ അറ്റാക്കാണ് കാണാൻ സാധിച്ചത്. 85 മിനിറ്റോളം സിറ്റി വിജയമുറപ്പിച്ച് തന്നെയാണ് കളിച്ചത്. എന്നാൽ പിന്നീട് സിറ്റിക്ക് എന്താണ് സംഭവിച്ചത്? പെപ്പ് നടത്തിയ ചില മാറ്റങ്ങൾ സിറ്റിക്ക് വലിയ തിരിച്ചടിയായി. മറുഭാഗത്താട്ടെ ആൻസലോട്ടിയുടെ മാറ്റങ്ങൾ വലിയ വിജയമായി മാറുകയും ചെയ്തു. നഥാൻ അക്കയെ മാറ്റി മത്തിയോ കൊവാസിച്ചിനെ ഇറക്കിയത് വലിയ തിരിച്ചടിയായിരുന്നു. അതുകൂടാതെ അക്കാഞ്ചിയെ മാറ്റി റീക്കോ ലൂയിസിനെ എത്തിച്ചതും വമ്പൻ സബ്സ്റ്റിറ്റ്യൂഷൻ പിഴവായിരുന്നു. പരിക്കിന്റെ പിടിയിലുള്ള അക്കാഞ്ചിയെ മാറ്റി പുതിയ സൈനിങ് ആയ ഹുസാനോവിനെ ട്രൈ ചെയ്ത് നോക്കാമായിരുന്നു എന്നാണ് ആരാധകർ പങ്കുവെക്കുന്ന വിവരം. പിന്നീട് ഗുണ്ടോഗന് പകരം നിക്കോ ഗോൺസാലസിനെ ഇറക്കാമായിരുന്നെന്നും ആരാധകർ സൂചിപ്പിക്കുന്നു. 85 മിനിറ്റുകൾക്ക് ശേഷം റിയൽ മാഡ്രിഡിന്റെ താണ്ഡവമായിരുന്നു എത്തിഹാദിൽ കണ്ടത്. സിറ്റിയുടെ ഡിഫൻസ് വീക്കാണെന്നറിഞ്ഞതോടെ ഏരിയൽ ബോളുകൾ കൂടുതലായി മാഡ്രിഡ് കൊടുക്കാൻ തുടങ്ങി. റീക്കോ ലൂയിസ് ഏരിയൽ ബോളുകളിൽ വീക്കാണെന്നുള്ളത് പല മത്സരങ്ങളിലും സിറ്റി ആരാധകർ കണ്ടിട്ടുള്ളതാണ്. കൂടാതെ കൊവാസിച്ചിന്റെ പൊസിഷൻ മിസ്റ്റേക്കുകളും മാഡ്രിഡിന് തുണയായി. എന്നാൽ മാഡ്രിഡിനെ സംബന്ധിച്ച് നാച്ചുറലായുള്ള ഒറ്റ ഡിഫൻസ് പോലും മാഡ്രിഡിനുണ്ടായിരുന്നില്ല. 86-ാം മിനിറ്റിൽ ബ്രാഹിം ഡയസിന്റെ ഗോൾ മാഡ്രിഡിനെ സമനിലയിൽ എത്തിച്ചു. എഡേഴ്സന്റെ ക്ലിയറിംഗ് മിസ്റ്റേക്കിൽ നിന്നുമാണ് ആ ഗോൾ ഉണ്ടായത്. പിന്നീട് ഇഞ്ചുറി ടൈമിലെ ബെല്ലിംഗാമിന്റെ ഗോളോടുകൂടി സിറ്റി പരിപൂർണമായും പരാജയപ്പെട്ടു. എങ്കിലും അടുത്ത മത്സരത്തിൽ തിരിച്ചുവരുമെന്നാണ് സിറ്റി ആരാധകർ കരുതുന്നത്. എന്നാൽ മാഡ്രിഡ് ആരാധകരുടെ അടുത്ത ലക്ഷ്യം സിറ്റിയെ തോൽപ്പിച്ച് ചാമ്പ്യൻസ് ലീഗ് ബെർത്ത് ഉറപ്പിക്കുക എന്നതാണ്. എന്തായാലും അടുത്ത മത്സരം ബെർണാബോയിൽ തീ പാറുമെന്ന് ഉറപ്പാണ്. ഡിഫൻസിലെയും മിഡ്ഫീൽഡിലെയും പോരായ്മകൾ പരിഹരിച്ച് മികച്ച കളി പുറത്തെടുത്തെങ്കിൽ മാത്രമേ സിറ്റിക്ക് മാഡ്രിഡിനെതിരെ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? കമന്റ്സായി രേഖപ്പെടുത്തുക.